സിഞ്ചൻ അധിക പേർക്കും ഈ വീഡിയോ കാണുന്നവർക്കൊന്നും അറിയില്ലായിരിക്കാം. കേരളത്തിൽ മലയാളം ഡബ്ബിങ്ങിലൊന്നും വരാത്തൊരു പ്രത്യേക കാർട്ടൂണാണ് സിഞ്ചൻ. ഭയങ്കര കോമഡിയും കൂടിയാണ്. പ്രത്യേകിച്ച് ഇപ്പം മലയാളത്തിൽ വന്നാൽ എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ ഇത് കൈരളി ഡബ്ബ് പോലെ ആവരുത്. ഇപ്പോൾ സിഞ്ചൻ കൈരളി ഡബ്ബായ വല്ല രാമൻകുട്ടി എന്നെല്ലാം പേരിടും. അതുകൊണ്ട് അതൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു എപ്പിസോഡ് എക്സ്പ്ലനേഷനിലേക്ക് പോവാം. അതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ ഇപ്പം ആദ്യമായിട്ടായിരിക്കും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. അത് ഞാൻ കുറച്ച് പതുക്കെ തുടങ്ങാൻ തീരുമാനിക്കുന്നു. സ്റ്റാർട്ടിങ് എന്ന മസാവ് ഒരു ബുക്കിൽ എന്തെല്ലോ വായിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ബുക്കല്ല. നോട്ട് ദാറ്റ് ഇറ്റ്സ് എ ഗുഡ് ബുക്ക് എന്ന് പറയുന്നില്ല, സ്കേറി ബുക്ക്. ഗോസ്റ്റ്, പ്രേതങ്ങൾ അങ്ങനത്തെ ഒക്കെ കഥ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു ബുക്ക് എടുത്ത് വായിക്കുന്നതാണ്. ബുക്കിലെ കഥ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചേട്ടനും അനിയനുണ്ട്. അവരും പിന്നെ അവരുടെ കൂടെ ഒരു ഫ്രണ്ടും ഉണ്ട്. അവരെല്ലാം ഒരു കാട്ടിൽ എന്തോ തേടി പോകുന്നതാണ്. അതെങ്ങനെ ആരംഭിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, പണ്ടൊരു കാലത്ത് വലിയൊരു കാട്ടിൽ ഒരു ഗബീഡി എന്ന് പറഞ്ഞ മങ്കിയുണ്ട്. ഇവരുടെ പേര് വായിൽ വഴങ്ങാത്തതുകൊണ്ട് ആ പേരൊന്ന് ലേശം മാറ്റി. ഒരുത്തൻ്റെ പേര് കുട്ടൂസൻ, പിന്നെ മറ്റൊരുത്തൻ്റെ മുട്ടൂസൻ, മറ്റൊരുത്തൻ്റെ പേര് ചട്ടൂസൻ. അനിയൻ ചേട്ടനാണ് കുട്ടൂസൻ മുട്ടൂസൻ. അവരുടെ കൂടെ വരുന്ന ഫ്രണ്ടാണ് ചട്ടൂസൻ. ഒന്ന് പേര് എന്ത് പണിയെടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ചില സിനിമയിലൊക്കെ ഉണ്ടാവില്ലോ, ഈ കാട്ടിൽ പോണ്ട എന്ന് പറഞ്ഞാലും അവിടെ തന്നെ പോകും. വീട്ടിൽ പ്രേതം മുമ്പിലുണ്ട് പറഞ്ഞാൽ പ്രേതത്തിൻ്റെ വായി കയറി കൊടുക്കും. അങ്ങനെ ഒരു 3 പേര് തന്നെയാണ്. ഈ 3 പേരും കാട്ടിൽ പോയിട്ട് ഗബേഡി എന്ന് പറഞ്ഞ കുരങ്ങനെ കാണാൻ പോയി. അവസാനം ഈ ചട്ടൂസൻ ഏതോ ഒരു വഴിക്ക് പോയി. ഇവരേതോ വഴിക്ക് പോകുന്നു, ചട്ടൂസൻ ഏതോ വഴിക്ക് പോകുന്നു. ബാക്കിയുള്ള കുട്ടൂസനും മുട്ടൂസനും അനിയൻ ചേട്ടൻ ഇവർ നേരെ പോയിട്ട് ഗബേഡി എന്ന് പറഞ്ഞ കുരങ്ങൻ്റെ അടുത്ത് തന്നെ കുടുങ്ങിപ്പോകും. ആ സമയത്ത് നമുക്കറിയാം ഇത് നിൻ്റെ കുരങ്ങ്, അതെൻ്റെ കുരങ്ങ് പറഞ്ഞ് കളിക്കാനൊന്നും സമയമില്ല. ആ കുരങ്ങനാണ് നമുക്കറിയാം ഹൾക്ക് പോലെയാണില്ലേ, ഇവരെ നേരെ പാഞ്ഞു വരുന്നതാണ്. ആ സമയത്ത് ഇവർ നല്ലൊരു ഓട്ടം തന്നെ ഓടും. അവസാനം ഒരു കല്ലിൻ്റെ അടുത്ത് ഇവർ ലോക്കായി പോകും. ഇത് കൈ എങ്ങനെ വെച്ചിട്ട് നമുക്കറിയാം ഇവന്മാരങ്ങ് തട്ടിക്കളയുന്ന ചിന്തയിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെയാണ് ചട്ടൂസൻ്റെ എൻട്രി. ചട്ടൂസൻ വന്നിട്ട് പറഞ്ഞാണ്, 2 പേരും അങ്ങ് ഓടിക്കോ. ഇതാണ് ഹീറോയിസം പോലെ വന്നിട്ട് അവസാനം 2 പേരോട് ഓടാനാണ് പറഞ്ഞത്. ഫസ്റ്റ് തന്നെ ഓടാൻ സ്ഥലമില്ലാതെയാണ് അവരവിടെ കുടുങ്ങിയത്. എന്നിട്ട് ഇവൻ വന്നിട്ട് ഓടാൻ പറഞ്ഞ ഇവർ ഓടിക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് ആ കാര്യം ആദ്യമേ ചെയ്താൽ പോരായിരുന്നില്ലേ ആണ് എനിക്ക് കാണുമ്പോൾ തോന്നിയത്. ബട്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഇത് എന്നൊരു സ്റ്റോറി, ആ സ്റ്റോറിക്കുള്ളിൽ തന്നെ സ്റ്റോറി. അപ്പോൾ അതിലൊക്കെ ലോജിക്ക് നോക്കാൻ പോയാൽ പിന്നെ നമ്മളൊക്കെ മണ്ടനായിട്ട് കാണും. അതുകൊണ്ട് നമ്മളത് നോക്കുന്നില്ല. സ്റ്റോറി കേട്ട് വായിച്ച നമ്മളെ മസാവ് ഇതെന്താ ഇത്ര ഭയങ്കരമായിട്ടുള്ളതെന്ന് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. കണ്ട് പലർക്കും തോന്നും ഇതൊക്കെ ഒരു സ്കെയറി എപ്പിസോഡാണോ. അങ്ങനെ പറയുന്നവർ ഇനിയും കുറച്ചുകൂടി മുമ്പോട്ട് കണ്ടുനോക്കൂ, നമുക്ക് മാറ്റങ്ങൾ വരാം. ശേഷം മസാവ് ഈ സ്റ്റോറിയൊക്കെ വായിച്ചിട്ടില്ലേ, അപ്പോൾ ഈ സ്റ്റോറി പറഞ്ഞിട്ട് ബാക്കിയിലൊരു ടെററാക്കാവുന്ന രീതിയിൽ മസാവ് ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് ടെററാക്കാൻ വേണ്ടി വിളിച്ച് എല്ലാവരും വന്ന ശേഷം മസാവ് പറയുന്നതാണ്, ഇന്ന് ഞാൻ പറഞ്ഞ സ്റ്റോറി കേട്ട് എല്ലാവരും മൂത്രം വരെ ഒഴിച്ചു പോകും, അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും റെഡിയാണോ എന്ന രീതിയിൽ മസാവ് ചോദിച്ചു. അങ്ങനെയൊക്കെ കേട്ടപ്പോൾ കസാമ പറഞ്ഞു, എന്താണ് മസാവ് ഇങ്ങനെ പ്രേതക്കഥയൊക്കെ പറയുന്നത്, നമ്മളൊക്കെ പേടിച്ച് അങ്ങനെ ഓടിപ്പോകുന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ കേട്ടപ്പോൾ നേനി പറയുന്നു, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഇതൊരു പൊട്ടക്കഥയായിരിക്കും, മസാവല്ലേ. ഇതൊക്കെ കേട്ടാൽ മസാവ് പറഞ്ഞാൽ നിങ്ങൾ ഈ സ്റ്റോറി കേട്ടിട്ട് വീട്ടിൽ പേടിച്ചും പറിച്ചായിരിക്കും പോവുക. അങ്ങനെ മസാവ് കഥ ആരംഭിക്കുന്ന ഒരു കാലത്തൊരു ഫൂട്ട് ഇൻ മൗണ്ടെയിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സിഞ്ചൻ പറയുന്നതാണ്. അതൊരു ഫൂട്ട് ഓഫ് മൗണ്ടെയിനാ, അതിന് തൊടയൊക്കെ ഉണ്ടാവുമോ? ഫൂട്ട് ഓഫ് മൗണ്ടെയിൻ എന്ന് പറഞ്ഞാൽ അത് മലക്ക് താഴെയാണ്, അല്ലാതെ അതിന് കാലും തൊടയൊന്നുമില്ല. ഇങ്ങനെ മസാവ് പറഞ്ഞിട്ട് നേരെ കുരങ്ങിൻ്റെ കഥ പറയാൻ തുടങ്ങി. നമ്മൾ ആദ്യം പറഞ്ഞ കട്ടൂസനും കുട്ടൂസനും ചട്ടൂസനും ഇങ്ങനെ കാട്ടിൽ പോകുന്ന കഥ ഉണ്ടാവില്ലേ ഗബിഡിനെ കാണാൻ, ഇത് പറഞ്ഞപ്പോൾ അപ്പം കസാവ് പറയുന്ന ആരെ കൂടെ ഉണ്ടാവുമെന്ന് മനസ്സിലാവുന്നില്ലല്ലോ, ഫുള്ള് കൺഫ്യൂഷൻ ആണല്ലോ ഈ കഥ. കേട്ട നേനി പറയാൻ തുടങ്ങി, കുട്ടൂസനും ചട്ടൂസനാണോ ഈ അനിയനും ചേട്ടനും? മസാവ് പറഞ്ഞാണ്, നിനക്കിതുവരെ മനസ്സിലായില്ലേ, കുട്ടൂസനും മുട്ടൂസനുമാണ് അനിയനും ചേട്ടനും. അത് പറഞ്ഞിട്ട് ഇവരങ്ങ് ആർഗ്യൂ ചെയ്യും. ഒരു പൊട്ടക്കഥ, ഇതിൽ തന്നെ 1000 ഡൗട്ടുകളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ നമ്മളെ മസാവ് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പൊ സിഞ്ചൻ വന്ന് ചോദിക്കുന്ന, ഇതിൽ എവിടെയാണ് ബുറി സൈമാൻ ഉള്ളത്? അപ്പൊ മസാവ് ചോദിക്കുന്ന, അവനൊക്കെ എന്തിനടാ ഈ കഥയിൽ കയറി വരുന്നേ, എന്താ കഥ, എന്താ സ്റ്റോറി, ഇതൊക്കെയുള്ളൊരു കഥേനെ നീ ഇങ്ങനെ ആക്കുന്നത്? അപ്പൊ മസാവ് പിന്നെയും പറഞ്ഞു, എല്ലാവരും ഒന്ന് സൈലന്റ് ആയിട്ട് നിൽക്ക്, നമ്മളെ കഥാപാത്രങ്ങളായിട്ടുണ്ടെങ്കിലോ. അപ്പോൾ ഇവൻ കഥ പറയുന്നത് എന്താ പറയുക, കസാമ നൈസായിട്ട് കാണാതെ പോന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ സിഞ്ചൻ പറഞ്ഞ, അവിടെ നോക്കൂ ഒരു ആക്ഷൻ കോമിൻ്റെ കാർഡുണ്ട്. കേട്ടാ മസാവിന് ദേഷ്യമങ്ങ് കലിപ്പായി മാറി. കലിപ്പിൻ്റെ പീക്ക് ലെവലായി. ഇത് കേട്ടപ്പോൾ മസാവ് പറഞ്ഞ, നിങ്ങളൊക്കെ ഭയപ്പെടുത്തിയിട്ട് ഞാൻ പോകുന്ന രീതിയിൽ ഈ കർട്ടണൊക്കെ മൂടി ലൈറ്റ് വരെ ഓഫാക്കി. അപ്പോൾ നേനി ചോദിക്കുന്നത്, ഇതൊക്കെ ചെയ്താൽ നമ്മൾ പേടിക്കുന്നു വിചാരിക്കുന്നുണ്ടോ? സഡനായിട്ട് ആ സമയത്ത് നമുക്കറിയാം ബോച്ചൻ വന്നിട്ട് ഒരു നാൾ എന്തായെന്ന് അറിയാവോ, അങ്ങനെ പറഞ്ഞപ്പോൾ കുറേ പേര് ഭയപ്പെട്ടു. അതിന് ശേഷം നമുക്കറിയാം ബോച്ചൻ ആ കഥ അങ്ങ് വിവരിക്കാൻ തുടങ്ങുന്ന. അപ്പം ബോച്ചൻ പറയുന്ന, ഒരു ദിവസം ഞാൻ റിവറിൽ പോകുമ്പം അവിടെ എനിക്കൊരു പ്രത്യേക സ്റ്റോൺ കിട്ടി. ആ സ്റ്റോൺ കാണാൻ
കറക്റ്റ് ഒരു ഹ്യൂമൻ ഫേസ് പോലെ ഉണ്ട്. അതുപോലെ ആ സ്റ്റോൺ കാണാൻ കുറച്ച് ചിരിച്ചിരിക്കുന്നുണ്ട്. അത് കണ്ട് ഞാൻ കുറച്ച് പേടിച്ചു പോയി. അതുകൊണ്ട് ഞാൻ സ്റ്റോൺ നിലത്തിട്ടിട്ട് ഞാൻ വീട്ടിലേക്ക് നടക്കുമായിരുന്നു. ഘട്ടത്തിന് മേലെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പോക്കറ്റിൽ കുറച്ച് വെയിറ്റ് ആയ പോലെ ഫീൽ ചെയ്തുകൊണ്ടിരുന്നു. എന്താന്ന് വിചാരിച്ച് ഞാൻ പോക്കറ്റിൽ കൈയിട്ട് അത് എടുത്തു നോക്കുമ്പോൾ ആ ഹ്യൂമൻ ഫേസുള്ള സ്റ്റോൺ എൻ്റെ കയ്യിലുണ്ട്. എങ്ങനെ നടന്നെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ സ്റ്റോറി കേട്ടിട്ട് സിൻചാൻ വരെ പേടിച്ചു. സിൻചാൻ മാത്രമല്ല മസാവ് വരെ മറ്റേ ബെഡിന്റെ മുകളിൽ നിന്ന് നിലത്ത് വരെ വീണുപോയി. സ്റ്റോറി കേട്ട് പേടിച്ച മസാവ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ബോനോട് സ്റ്റോറി നിർത്താൻ വേണ്ടി നല്ല സ്റ്റോറി ആയിട്ടുണ്ട്, ഇതോടെ നിർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പറഞ്ഞ ഇല്ല ഞാൻ നിർത്തില്ല, ഞാൻ കണ്ടിന്യൂ എന്ന് ചെയ്യുന്ന രീതിയിൽ പോകുന്ന. അതിൻ്റെ അടുത്ത നാളെ ഞാൻ പിന്നെ ആ സ്റ്റോൺ എടുത്തു വെക്കാൻ വേണ്ടി പോയി. അതുപോലെ ഈ തവണയും ആ സ്റ്റോൺ എൻ്റെ പോക്കറ്റിൽ വരാണ്ടിരിക്കാൻ വേണ്ടി എൻ്റെ പോക്കറ്റ് ഞാൻ ടൈറ്റായിട്ട് പിടിച്ച്. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി നോക്കിയാ എൻ്റെ വീട്ടിന് മുമ്പ് തന്നെ കിടക്കുന്ന റെഡ് സ്റ്റോൺ. അതേ സമയത്ത് ബോച്ചൻ്റെ വീടിൻ്റെ മുറ്റം കുറച്ച് ക്ലോസ് ആയിട്ട് കാണിക്കും. അവിടെ നമുക്കറിയാം ഈ സ്റ്റോൺ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. അപ്പം ബോച്ചൻ പറയുന്നതാണ് ഇതോടെ ഞാൻ ഈ സ്റ്റോറി എൻഡ് ചെയ്യുന്ന, ഇതിനപ്പുറം പറഞ്ഞ കുറച്ചും കൂടി ഭയങ്കരമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം മസാവ് പറയും നീ പറഞ്ഞ കറക്റ്റാ, ഇതോടെ സ്റ്റോറി അങ്ങ് വിട്ടേക്ക്. കസാം അപ്പം പറയുന്നുണ്ട് അങ്ങനെയൊന്നും വേണ്ട, നീ നിർത്തല്ല, ഈ സ്റ്റോറി കുറച്ച് പേടിപ്പിക്കുന്നതാണെങ്കിലും ഈ സ്റ്റോറിയൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, ഒന്ന് കണ്ടിന്യൂ ചെയ്യും. ഈ സമയത്ത് നേനും ഇതേ കാര്യം എന്നാ പറയുന്നത്. ബട്ട് സിൻചാൻ മാത്രം ഒന്നും പറയാതെ സൈലൻ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ബോച്ചൻ പറഞ്ഞു എന്നാൽ ഞാൻ കണ്ടിന്യൂ ചെയ്യാം. തവണ ഞാൻ പിന്നെ ആ റെഡ് സ്റ്റോൺ എടുത്തിട്ട് പെട്ടെന്ന് കളയാവുന്ന രീതിയിൽ കൊണ്ടുപോകുന്നായിരുന്നു. ടൈമിൽ നമുക്കറിയാം സ്റ്റോൺ കാണാൻ കുറച്ച് ചിരിച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ബട്ട് ഞാൻ ആ സ്പോട്ടിൽ പോകുന്ന സമയത്ത് അത് കുറച്ച് ആംഗ്രി ഫേസ് കാണിക്കാൻ തുടങ്ങി. അതുപോലെ അതിൻ്റെ റെഡ് കളറിലെ വലിയൊരു സ്റ്റോണും കൂടി അവിടെ ഉണ്ടായിരുന്നു. ആ വലിയ റെഡ് കളർ സ്റ്റോൺ രണ്ടായിട്ട് പൊട്ടിപ്പോയിട്ടുണ്ടാവും. അപ്പം കസാം പറഞ്ഞു ആ പൊട്ടിപ്പോയതിൻ്റെ വല്ല പീസുമായിരിക്കും ഇത്. അപ്പം ബോച്ചൻ പറഞ്ഞു ഞാനും അത് ഫിക്സ് ചെയ്ത് നോക്കി, അപ്പോൾ കറക്റ്റായിട്ട് മാച്ച് ആവുന്നുണ്ട്, ഇത് അതിൻ്റെ പീസ് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം കറക്റ്റ് ആയിരുന്നു. ബട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നതെന്ന്. ഞാനത് അതിൽ ഫിക്സ് ചെയ്ത ദിവസം പിന്നെ ഡേ ഒക്കെ പിന്നെ നോർമലായിരുന്നു. അങ്ങനെ ആയപ്പോൾ ഞാൻ പിന്നെ പേടിയോടെ വീട്ടിൽ ഓടി വന്നു. എല്ലാവരും ഇത് എന്തുകൊണ്ടാണെന്ന് അതിശയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ കസാവ് പറയുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പം നിൻ്റെ കയ്യിലാണല്ലോ പീസ് കിട്ടിയേ, ഐ തിങ്ക് അത് നിൻ്റെ പിന്നാലെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നീ ഈ പീസും അതും ഒന്നിപ്പിക്കാൻ വേണ്ടിയായിരിക്കാം. അത് ഒന്നിപ്പിച്ചപ്പോൾ നിനക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അപ്പം ബോച്ചൻ പറയും ഇപ്പോഴും എൻ്റെ പോക്കറ്റ് വെച്ച് വെയിറ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതും പറഞ്ഞിട്ട് ബോച്ചൻ പോക്കറ്റിനുള്ള കൈയിട്ട് നമുക്കറിയാം ആ റെഡ് സ്റ്റോൺ ഫേസ് കാണിക്കും. എല്ലാവരും പേടിക്കും. ആ സമയത്ത് നമുക്കറിയാം സിൻചാൻ വരെ പേടിച്ചിട്ട് എനിക്ക് പേടിയാന്ന് വേണ്ടി കസാമിനും കെട്ടിപ്പിടിക്കും. ബോച്ചൻ പറയും ഞാൻ ചുമ്മാ പറഞ്ഞതാ, അത് ഈ കല്ല് ഞാൻ ഇന്നലെ എടുത്തുകൊണ്ട് വന്നത്. അപ്പം കസാം പറയും ഈ കഥയൊക്കെ അപ്പം നീ ഉണ്ടാക്കിയ കഥയാണല്ലേ. പറയും നീ പറഞ്ഞ കഥ ഭയങ്കര പേടിപ്പിക്കുന്ന ഒരു കഥയായിരുന്നു, ബട്ട് കൊള്ളാം. അങ്ങനെ ഇതിൽ എല്ലാവരും വീട്ടിലേക്ക് പോകും. അപ്പോൾ ഈവനിങ് ആവുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പം പറയുന്ന ബോച്ചൻ പറഞ്ഞ കഥയായിരുന്നു ഭയങ്കരമായി പേടിപ്പിക്കുന്ന കഥ, നീ ഇത്രയും നല്ല കഥ പറയുന്നത് ഞാൻ വിചാരിച്ചിട്ട് പോലും ഇല്ല. അപ്പോൾ സിൻചനും പറയും ഈ കഥ കേട്ട് ഞാൻ വരെ പേടിച്ചു. ഇതോടെ സ്റ്റോറി എൻഡ് ആവുന്നു. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ഇടുക, എങ്ങനെയുണ്ട് ഈ എപ്പിസോഡ്, കൊള്ളാമോ, ആ രീതിയും കൂടി പറയാം. അടുത്ത എപ്പിസോഡ്സൊക്കെ ഞാൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ മാക്സിമം പറയണം. പിന്നെ ഈ എപ്പിസോഡ് നിങ്ങൾ കണ്ടു, ഇത്രയും നേരം നിങ്ങൾ സമാധാനത്തോടെ കണ്ടുകൊണ്ട് തന്നെ എൻ്റെ വക ബിഗ് താങ്ക്സ്. അപ്പം അടുത്ത നല്ല ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.